Meet the editors. വോട്ട് വഴി എളുപ്പമോ എന്നാണ് ചോദ്യം. ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കുറിപ്പ് വളരെ വിശദമായിട്ട് എന്താണ് ജനങ്ങളുമായിട്ട് സംവദിക്കേണ്ടത്, മറ്റൊരു മാധ്യമത്തിൻ്റെയും പിന്തുണയില്ലാതെ നേരിട്ട് പാർട്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വിശദീകരിക്കാൻ പോവുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ വിശദീകരിച്ചാൽ പാർട്ടി പ്രതീക്ഷിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. മറുഭാഗത്ത് UDF വലിയ പ്രചരണ സങ്കേതം കോപ്പുകൂട്ടുന്നു, വലിയ രീതിയിലുള്ള യാത്രകൾ വരുന്നു. പുതിയുഗ യാത്ര വരാൻ പോവുകയാണ് VD സതീശൻ്റേത്. വോട്ട് വഴി എളുപ്പമാണോ? വോട്ട് വഴി ആർക്കും എളുപ്പമല്ല എന്നുള്ളതാണ്. രണ്ട് കൂട്ടരെ സംബന്ധിച്ചും ഈ വിജയം അതീവ പ്രാധാന്യമുള്ള വിജയമാണ്. ആ വിജയത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യ സംവിധാനത്തിൽ അത് ഉപയോഗിക്കുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിജയിച്ച ഒരു ഫോർമുലയാണ് ഗൃഹസന്ദർശനം. അപ്പോൾ അതിലേക്ക് വീണ്ടും എത്തുന്നു. പക്ഷേ അന്നത്തെ ഗൃഹസന്ദർശനത്തിലും ഇന്നത്തെ ഗൃഹസന്ദർശനത്തിലും ചില വ്യത്യാസങ്ങളുണ്ട്. വിഷയങ്ങൾ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഗൃഹസന്ദർശനം നടത്തുന്നതെന്ന് പ്രധാനമാണ്. അന്ന് ഈ പറഞ്ഞ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സർക്കാരിന് അങ്ങനെ ഒരു വാദം മുന്നോട്ട് വയ്ക്കാനുണ്ട്. സുപ്രീം കോടതി ഉത്തരവാണ് ഞങ്ങൾ നടപ്പാക്കിയത് എന്ന്. അതേസമയം അത് വിശ്വാസികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ അത് കൃത്യമായി വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ജനങ്ങൾ ഏറ്റെടുത്ു എന്നാണ് ഇപ്പോൾ CPM കരുതുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇവിടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ 10ഓളം നേതാക്കൾ, ഒന്ന് CPI ആണ്, നേതാക്കൾ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിൻ്റെ കാര്യമാണ്. പത്മകുമാറിൻ്റെ പങ്ക് സംബന്ധിച്ച് SITയുടെ വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കോടതിയിൽ നിന്നുള്ള അതിരൂക്ഷമായ പരാമർശങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും പാർട്ടി അത് വിശദീകരിക്കുന്നത് അത് കുറ്റപത്രം വരുന്നത് വരെ കാത്തു നിൽക്കാം എന്നുള്ളതാണ്. ഇത് ഈ കേസ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. എന്താണ് ഭാഗം, ഏത് ഭാഗത്താണ്? ചോദ്യമായിട്ടാണ്. പത്മകുമാറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അത് ഇത്രത്തോളം ഗൗരവത്തിലുള്ളതാണ് എന്ന് കരുതിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഈ കൂടുതൽ വിവരങ്ങൾ വന്നത്. പക്ഷേ കുറ്റപത്രം വരുന്നതിന് ശേഷം പാർട്ടി തീരുമാനത്തിലേക്ക് പോകും എന്നാണ് വിശദീകരിക്കുന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെ പാർട്ടി നടപടി എടുത്തില്ലല്ലോ എന്ന ചോദ്യം വരുമ്പോൾ അതിനു മുന്നേ അവസാന ഭാഗത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആദ്യത്തെ പേജിൽ നമ്മളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയിക്കുകയും അത് ക്ഷമാപൂർവ്വം കേൾക്കുകയുമാണ് വേണ്ടത്. പലപ്പോഴും തെറ്റായ കാര്യങ്ങളായിരിക്കും അവർ പറയുക. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന ധാരണയോടെ അവ കേൾക്കണം. പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കണം. ഇടയ്ക്ക് കയറി സംസാരിക്കുകയും ചെയ്തത് വിമർശനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഇടപെട്ട് തിരുത്താനും കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ തിരുത്തുക എന്നുള്ളത് ആരാണ് നടത്തേണ്ടത്? ഈ പ്രതികരണം നടത്തുന്നവർ തിരുത്തണം, അവരെ തിരുത്തിക്കും എന്നുള്ളതാണോ അതോ പാർട്ടി തിരുത്തും എന്നുള്ളതാണോ എന്നത് ഇതിൽ നിന്ന് വ്യക്തമല്ല. അവർ പറയുന്ന കാര്യങ്ങൾ ക്ഷമാപൂർവ്വം കേൾക്കണം എന്ന് ഈ നേതാക്കൾ ഇപ്പോൾ ഒരു സർക്കുലറിലൂടെ പറയുമ്പോൾ ക്ഷമ അല്പം കുറവാണെന്നും സാധാരണ ജനങ്ങളെ കേൾക്കുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടി നടത്തിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ വിലയിരുത്തൽ താഴെ തട്ടിലുള്ള നേതാക്കൾക്കാണോ നൽകേണ്ടത്? മേൽത്തട്ടിലുള്ള നേതാക്കൾ എന്ത് സന്ദേശമാണ് പുറത്തേക്ക് നൽകുന്ന എന്നതാണ് ഏറ്റവും പ്രധാനം. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കേൾക്കുന്നുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തുന്നുണ്ടോ? ഇതൊക്കെ തന്നെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ചർച്ചകളിൽ പങ്കെടുക്കുന്ന CPM പ്രതിനിധികൾ എങ്ങനെയാണ് ചോദ്യങ്ങളോട് എടുക്കുന്ന സമീപനം? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണോ അതോ അപ്പുറത്ത് ചോദ്യം ചോദിക്കുന്നവരെ അപമാനിക്കാനുള്ള ശ്രമങ്ങളാണോ നടത്തുന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി താഴെത്തട്ടിൽ പാർട്ടി ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ വിജയമാണോ പരാജയമാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില ഭാഗങ്ങളിൽ വോട്ട് കുറയാൻ സാധ്യതയുണ്ട് എന്ന് വളരെ നേരത്തെ തന്നെ വിലയിരുത്താനുള്ള കഴിവും അതിനുള്ള സംവിധാനവും CPM-നോളം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ബ്രാഞ്ച് തലത്തിൽ, ഏരിയ തലത്തിലൊക്കെ അത് ജനങ്ങളുമായി നേതാക്കൾക്കുള്ള ബന്ധം നഷ്ടപ്പെട്ടത് എന്ന് പാർട്ടി പരിശോധിച്ചിട്ടുണ്ട്. ആ തെറ്റുതിരുത്തൽ കൂടിയാണ് പാർട്ടി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നേതാക്കൾക്ക് പഴയ ബന്ധം പുനഃസ്ഥാപിക്കണം, വീടുകളിൽ പോകണം, വീടുകളിൽ ഗൃഹസ്ഥരുമായി അവിടെ നിന്ന് പറയാനുള്ളത് പറഞ്ഞു പോവുകയല്ല, അവിടെ ഇരുന്ന് വിശദമായി പറയുന്ന കേട്ട് തിരുത്തണം എന്നാണ് പറയുന്നത്. ഇനി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇത്രയും പറഞ്ഞ ശേഷം അടുത്ത പറയുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കിട്ടിയടക്കം വിശദീകരിക്കണമെന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. UDFന്റെ ഭരണകാലത്തുണ്ടായിരുന്ന വിവരങ്ങൾ വരുന്നുണ്ട്, വരട്ടെ. അതിൽ അറസ്റ്റിലേക്കോ ചോദ്യം ചെയ്യലിൽ കിട്ടുന്ന തെളിവുകളിലേക്ക് വരുമ്പോൾ എടുക്കുന്ന സമീപനമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നതും പ്രധാനമാണ്. തിരിച്ചുള്ള ഈ പറയുന്ന CPM ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് എടുക്കുന്നതെങ്കിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കളുണ്ട്. അവരോട് എടുക്കുന്ന സമീപനം എങ്ങനെയാണ് വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇതിൽ പിന്നെ അടുത്തത് ഈ പറയുന്ന
ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറയുന്നതെന്നൊക്കെ വളരെ വിശദമായി പറയുന്നു. പക്ഷേ അപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേരത്തെ സ്വീകരിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ അതിനോട് എന്ത് മറുപടി പറയണമെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. അതിനി എന്ത് സമീപനം എടുക്കും എന്നുള്ള അറിയേണ്ടതുണ്ട്. മൊത്തത്തിൽ കോൺഗ്രസുമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ വിശദീകരിക്കുന്നു. സർക്കാരിൻ്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരിൻ്റെ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ വിശദീകരിക്കണം എന്നുള്ള കാര്യങ്ങളടക്കം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ സർക്കാർ ഓഫീസുകളിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന ചോദ്യം പറയുന്നുണ്ട്. യുവാക്കളെ ജോലി ലഭിക്കാത്തതിനെക്കുറിച്ച്, സർക്കാർ കടക്കണിയിൽ ആയതിനെക്കുറിച്ച്, വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ പദ്ധതികളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെയും വിശദമായ മറുപടി പറയേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യം വിശദമായി പറയുന്നു. പക്ഷേ വിമർശനങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത്, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പറയുമ്പോഴുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുമ്പോൾ എങ്ങനെയാണ് അത് വിശദീകരിക്കുന്നത്? ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ് CPM എന്നുള്ള വിമർശനം വരുന്നതിനെ 57 മുതലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം അനുകൂലമായി എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും പഴയ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കോലീബി സഖ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് BJPയുമായിട്ടുള്ള ബന്ധമൊക്കെ വിശദീകരിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതാണ്. പക്ഷേ ഈ കാലയളവിൽ 10 വർഷത്തെ കാലയളവിൽ പാർട്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യം വരുമല്ലോ. അതിൽ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം ഉണ്ടായാലും അതിനെക്കുറിച്ച് പറയാനും പറയുന്നുണ്ട്. കേരളത്തിൽ രൂപപ്പെട്ട വർഗീയ അന്തരീക്ഷത്തിന്റെ സ്വാധീനത്തിൽ പലരും മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്തി. പലരും, പ്രത്യേകം ശ്രദ്ധിക്കണം, പലരും, കാസ പോലുള്ള സംഘടനയും അതിന്റെ സ്വാധീനത്തിൽപ്പെട്ട ചിലരും വർഗീയമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അക്കാലത്ത് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്നും ചില തെറ്റായ പരാമർശങ്ങളുണ്ടായി. ഈ സാഹചര്യത്തിൽ മതനിരപേക്ഷത ദുർബലപ്പെടുത്തുന്ന ഇത്തരം പ്രസ്താവനയിൽ നിന്ന് ഉത്തരവാദപ്പെട്ടവർ പിൻവലിയണമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നയം വ്യക്തമാക്കിയിട്ടുണ്ട്, പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് CPM മാത്രമാണ് ഇത്തരം നിലപാട് സ്വീകരിച്ചത് എന്നാണ് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ പറയുന്നത്. ഇത് സാധാരണ ജനത്തിന് എളുപ്പത്തിൽ ദഹിക്കുന്ന കാര്യമാണോ? വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി വർഗീയ പ്രസംഗങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ എന്താണ് CPM എടുത്ത സമീപനം? നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട നേതാവിൽ നിന്ന് തന്നെ പൊന്നാട അണിയിക്കുന്നതും അതിനുശേഷം കാറിൽ കയറ്റിയതിനെ വിശദീകരിക്കുന്നു. അത് മുന്നണിയിലെ മറ്റ് നേതാക്കൾക്ക് പോലും, സഖ്യകക്ഷികൾക്ക് പോലും ബോധ്യമാകാത്ത ആ വിഷയം ജനങ്ങളോട് എങ്ങനെ വിശദീകരിക്കുമെന്നുള്ള ചോദ്യം നിൽക്കുന്നു. അതവിടെ നിൽക്കുകയാണ്. കോൺഗ്രസിനെ പറ്റിയുള്ള വിമർശനങ്ങൾ കോൺഗ്രസും മറുപടി പറയേണ്ടത്. അവരും ഗൃഹസന്ദർശനമൊക്കെ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിൽ വാർത്തയാകുന്നില്ല എന്ന് മാത്രമാണ്. ഇനി ഇത് മാത്രമാണ് മാർഗമെന്ന് വിചാരിക്കരുത്. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മൂന്നാം പിണറായി സർക്കാരിലേക്ക് വരാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ കോടതിക്ക് അറിയിയിട്ടുമുണ്ട്. ഇപ്പോൾ നവകേരള സർവേ എന്ന് പറയുന്ന പരിപാടിക്ക് 20 കോടിയെ സർക്കാരിൽ നിന്നും എടുത്തു വെക്കുകയാണ്. അത് CPMന് നടത്താം, CPക്ക് പ്രത്യേകം നടത്താം, അവരുടെ ഫണ്ട് ഉപയോഗിച്ച്, അവരുടെ പാർട്ടി സംവിധാനം ഉപയോഗിച്ച്. പക്ഷേ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ഈ പരിപാടികൾ നടത്തുമ്പോൾ അത് സർക്കാർ വിശദീകരിക്കേണ്ടി വരും. അത് കോടതി കയറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലെ കാര്യം. രണ്ടു കൂട്ടരെ സംബന്ധിച്ചും എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ മാർഗങ്ങളും ആരായുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇത് ഒരു സംശയമുള്ളത്, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം, ഇതൊരു ചോദ്യമുണ്ട്, വളരെ പ്രസക്തമാണ്. ഇപ്പം നേരത്തെ സ്മൃതി വായിച്ചു പോയ ഒരു ഭാഗത്തെ ഒരു ചോദ്യമാണ്. അതായത് ഈ സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമായിട്ട് എന്ത് ചെയ്തു എന്ന് ജനങ്ങളോട് ചോദിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തമല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതീതി നിർമ്മാണങ്ങൾക്കും അപ്പുറം ആ ചോദ്യം ഇങ്ങനെയാണ്. ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം സർക്കാരിൻ്റെ ഏതെങ്കിലും നടപടി മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായത് പറയാമോ എന്നൊരു ചോദ്യമുണ്ട്. അത് ഒറ്റ കാര്യമുള്ളൂ ഡോക്ടർ അരുൺ. അതായത് മുസ്ലിം വിരുദ്ധമായ പ്രസ്താവനകൾ സർക്കാർ നടത്തണ്ട. മുസ്ലിം വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നവരെ നിയന്ത്രിക്കാതിരുന്നാലും മതി. വെള്ളാപ്പള്ളിയെ തന്നെ. അത് വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കണം. നമുക്ക് കേസ് എടുക്കാമല്ലോ. എത്ര കേസ് എടുത്ത സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. പൂർത്തിയാക്കട്ടെ. അതിലും അപ്പുറം വർഗീയ പ്രസ്താവന നടത്തുമ്പോൾ സർക്കാരിന് പ്രതിപക്ഷത്തെക്കാൾ ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. സർക്കാർ ആ ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾ ഇത്തരം പ്രസ്താവനകൾ നടത്തിയാൽ കേസ് എടുക്കേണ്ടി വരുമെന്ന് പറയാം. അത് പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ന്യൂനപക്ഷത്തിന് വിരുദ്ധമായ ഒരു സമീപനമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല, തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള വിമർശനമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതല്ല ഇന്ന് UDFന് ബോധ്യമുണ്ടെങ്കിൽ ഒരു കേസ് കൊടുക്കാമല്ലോ ഒരു UDF നേതാവിന്. എന്താ കേസ് കൊടുക്കാത്തത്? ഞാൻ സർക്കാരിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തം അങ്ങോട്ട് ചോദിച്ചോളൂ. ഞാൻ സർക്കാരുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അല്ല, ഇതിൽ പറയുന്ന ന്യായീകരണം സർക്കാരിന്റെ ഏതെങ്കിലും ഒരു കാര്യം പറയാമോ? അതാ ഞാൻ പറഞ്ഞത്. സർക്കാരിന്റെ കാര്യമാണ്. സർക്കാർ വണ്ടിയിലാണ് വെള്ളാപ്പള്ളിയെ കയറ്റിയത് ഡോക്ടർ. വെള്ളാപ്പള്ളി നടേശനെ അല്ല, ഇത് പറഞ്ഞാൽ മതി. അതായത് ഈ സർക്കുലർ പ്രകാരം നിങ്ങൾ വീടുകളിൽ കയറുമ്പോൾ അതിനെന്താ പ്രശ്നം ചോദിച്ചാൽ മതി. എല്ലാവരെയും കേട്ടാത്ത ഒരാൾ വെള്ളാപ്പള്ളിയെ കയറ്റുന്ന ഏത് സന്ദർഭത്തിലാണ് എന്ന് കൂടി ആലോചിക്കണം. ഏത് സന്ദർഭത്തിലാണ് വെള്ളാപ്പള്ളി നടേശനെ വർഗീയ, നമുക്ക് ഒരു സാമുദായിക നേതാവിനെ വണ്ടിയിൽ കയറ്റുന്നതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. സാമുദായിക നേതാവ് വർഗീയ പ്രസംഗങ്ങൾ നടത്തുമ്പോഴാണ്
കയറ്റുന്നത്. ഒരു സമുദായ നേതാവ് വർഗീയ പ്രസംഗം നടത്തി എന്ന് UDF-ന് ബോധ്യമുണ്ടെങ്കിൽ ഒരു കേസ് ഒരു UDF-ലെ ഒരു നേതാവ് കൊടുക്കാത്തത് എന്താ? അതൊന്നും വേണ്ട. വെള്ളാപ്പള്ളി വർഗീയവാദമാണ് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്തത് കാലത്താണ് ഡോക്ടർ അരുൺ. വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്, വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്, വെള്ളാപ്പള്ളി വർഗീയവാദിയാണ് എന്ന് പറഞ്ഞൊരു UDF നേതാവിന്റെ പേര് പറയൂ. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗത്തിന് കേസെടുത്തത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് കേസെടുത്തു. പിണറായി വിജയനും നല്ല ആർജവത്തോടുകൂടി ഇവിടെ കേരള തൊഗാടി എന്ന് വിളിക്കുകയും ചെയ്തു. വീണ സമയത്ത് പ്രവീൺ തൊഗാടി എന്ന് വിളിച്ചത് ഇതേ പിണറായി സർക്കാരല്ലേ? പിണറായി വിജയനല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതേ പിണറായി വിജയൻ അത് രമേശ് ചെന്നിത്തല ഇപ്പോഴും കാറി കയറ്റാൻ തയ്യാറാണ്. UDF-ലെ നേതാക്കളും കാറി കയറ്റാൻ തയ്യാറാണ്. നിങ്ങൾ സന്ദർഭത്തിൽ നടത്തി മറ്റൊരാൾക്ക് പറയാം. ഇതാണ് സ്മൃതി. എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്റെ ബോധ്യമാണ് പറഞ്ഞത്. അല്ല, ആ ബോധ്യത്തിൽ ആ പ്രതീതി നിർമ്മാണം എങ്ങനെയാ നടക്കുന്നത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. നോക്കൂ, എന്താണ് ആ പ്രതീതി നിർമ്മാണം നടക്കുന്ന രീതി. ഇപ്പം ഞാൻ സ്മൃതി പറഞ്ഞതിൽ നിന്ന് ഞാൻ എടുത്തു പറയുകയാണ്. സർക്കാരിനെ കുറിച്ചുള്ള ചോദ്യമാണ്. സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ന്യൂനപക്ഷ വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ജനങ്ങളോട് ചോദിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ നമ്മളതിനെ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് കണക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിന്റെ ഭാഗമാണോ? വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിന്റെ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? വെള്ളാപ്പള്ളി നടേശൻ CPM-ന്റെ അംഗമാണോ? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനെല്ലാം ഉത്തരവാദിത്വം CPM-ന് എങ്ങനെയാണ് വരിക? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വർഗീയവാദമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ UDF-ൽ ഒരു നേതാവിന് കൊണ്ട് കേസ് കൊടുത്തൂടെ? എന്താ കേസ് കൊടുക്കാത്തത്? ഇനി കേസ് കൊടുക്കുന്ന സമയത്ത് പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. അപ്പോൾ സംഭവം എന്താ? വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തി വെള്ളാപ്പള്ളി നടേശനെ എതിരെ കേസ് കൊടുക്കണം. ആര്? പിണറായി വിജയൻ കേസ് എടുക്കണം. അപ്പോൾ SNDP-യുടെ ഈഴവ വിവാഹത്തിന് വോട്ടും കൂടി അങ്ങ് പോകുമല്ലോ BJP-ക്ക്. അതാണ് രാഷ്ട്രീയമായിട്ടുള്ള കൗശലം. ആ രാഷ്ട്രീയ കൗശലമാണ്. അതിനെക്കുറിച്ച് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഒറ്റ പാരഗ്രാഫ് വായിച്ച് ഇടവേളയ്ക്ക് പോകാം. അതിനകത്ത് പറയുന്നൊരു ഭാഗമാണ് എന്താണ് 10 വർഷം കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ചെയ്തത് എണ്ണി പറയുന്നുണ്ട്. പൗരത്വ ഭേദഗതിക്കെതിരെ നിയമത്തിനെതിരെ സർക്കാർ സ്വീകരിച്ച സമീപനം, എത്ര വലിയ സമീപനമാണ് സ്വീകരിച്ചത്? എത്ര ഇടങ്ങളിലാണ് പ്രതിഷേധം കണ്ടത്? കോഴിക്കോട് ഹജ്ജ് ഹൗസിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തത്, കണ്ണൂരിൽ പുതിയ ഹജ്ജ് ഹൗസ്, മദ്രസ അധ്യാപകരുടെ ക്ഷേമനിധി ബോർഡ്, ആവശ്യാനുസരണം +2 ബാച്ചുകൾ അനുവദിച്ചത് തുടങ്ങി സർക്കാർ നടപ്പിലാക്കിയ കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിൽ ഒരിടത്തും ഏതെങ്കിലും രീതിയിൽ കലാപ സാധ്യതയുള്ള അല്ലെങ്കിൽ കലാപത്തിനു തുല്യമായ ഒരു വർഗീയ സംഘർഷം ഉണ്ടാവാത്ത ഒരേ ഒരു നാട് നമ്മുടേതാണ്. ന്യൂനപക്ഷങ്ങൾ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കുന്ന നാട് കേരളമാണ്. അത് കഴിഞ്ഞ 10 വർഷവും അങ്ങനെയാണ്. പക്ഷേ അതിന് മുമ്പുള്ള വർഷങ്ങളിൽ ചില കണക്കുകൾ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് എളുപ്പമാണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം ചോദ്യം. PR സുനിൽ, വോട്ട് വഴി എളുപ്പമാണോ? എളുപ്പമല്ല. വോട്ട് വഴി LDF-നും എളുപ്പമല്ല, UDF-നും എളുപ്പമല്ല എന്ന് വളരെ വ്യക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം LDF-ന് അനുകൂലമായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും UDF-നും LDF-നും ഇടയിലെ വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 5% മാത്രമാണ്. 10 വർഷം സംസ്ഥാനം ഭരിച്ച പാർട്ടി ആണ് LDF എന്നുകൂടി ഓർക്കണം. എന്നിട്ട് പോലും 5% വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ. 58-59 സീറ്റുകളിൽ ഇപ്പോഴും LDF കേരളത്തിൽ വിജയിച്ച് നിൽക്കുകയാണ്. പക്ഷെ അത് പോരാ. 10 വർഷം ഭരിച്ച ഒരു പാർട്ടിക്ക് സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരമുണ്ടാകും. ഏതായാലും അതൊക്കെ എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ കഴിയുമോ, അതിലെന്തെങ്കിലും തെറ്റ് ഈ ഒരു കാലയളവിനുള്ളിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഈ ഗൃഹ സന്ദർശനത്തിലൂടെയൊക്കെ തന്നെ CPM ലക്ഷ്യമിടുന്നത്. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ജനങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ മറികടക്കാൻ ഈ ഒരു ഗൃഹ സന്ദർശനത്തിലൂടെ കഴിയും എന്ന് CPIM പ്രതീക്ഷിക്കുകയാണ്, ഇടതുപക്ഷം പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അതിലൂടെ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു തിരിച്ചടി മറികടക്കാൻ കഴിയും എന്ന് CPM പ്രതീക്ഷിക്കുകയാണ്. നോക്കൂ, നമ്മളൊരു ദേശീയ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിശോധിക്കണം. കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് ദേശീയ തലത്തിൽ? കോൺഗ്രസ് ഇപ്പോൾ 3 സംസ്ഥാനങ്ങളിലാണ് അധികാരത്തിലുള്ളത്. ഒന്ന് ഹിമാചൽ പ്രദേശിൽ, കർണാടകത്തിൽ, തെലങ്കാനയിൽ. ഈ 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. ഈ വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുണ്ടോ? തെലങ്കാനയിൽ പോകാം. തെലങ്കാനയിൽ അധികാരത്തിലെത്തി 100 ദിവസത്തിനകം 2 ലക്ഷം രൂപ വരെയുള്ള കാർഷിക വായ്പകൾ എഴുതിത്തള്ളും എന്ന് കോൺഗ്രസ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. എത്ര വർഷമായി അധികാരത്തിലെത്തിയിട്ട്? അതുപോലെ യുവാക്കൾക്ക് തൊഴിൽ നൽകും എന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തി. 100 ദിവസത്തിനകം ഇത്ര ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകും. നടപ്പാക്കിയിട്ടില്ല. ഹിമാചൽ പ്രദേശിലേക്ക് പോയാൽ എല്ലാ മാസവും സ്ത്രീകൾക്ക് 1500 രൂപ പ്രതിമാസം നൽകും. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു, നടപ്പാക്കിയിട്ടില്ല. അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ ഹിമാചൽ പ്രദേശിൽ നടപ്പാക്കാത്തുണ്ട്. നമ്മൾ കർണാടകത്തിലേക്ക് പോയാൽ, കർണാടകത്തിലല്ലേ കർണാടകത്തിലെ 200-ലധികം വീടുകൾ, ആ സ്ഥലത്തിന്റെ പേര്
യലഹങ്ക എന്ന് പറയുന്ന സ്ഥലത്തിൽ 200-ലധികം വീടുകൾ ഇടിച്ചു നിരത്തി ബുൾഡോസർ കൊണ്ടുവന്ന് രാത്രിക്ക് രാത്രി ഇടിച്ചു നിരത്തി ഒരുപാട് മനുഷ്യരെ തെരുവിലിറക്കി വിട്ടത്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ആ കോൺഗ്രസ് കേരളത്തിൽ ഇപ്പോൾ ഇപ്പൊ 4 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ 4 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനാകെ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഉള്ളത് കേരളം മാത്രമാണ്. കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ തന്നെ ബീഹാറിൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ വിജയിച്ച 6 MLA-മാർ JDU-ലേക്ക് പോകാൻ പോവാണ്, NDA-യിലേക്ക് പോകാൻ നോക്കുകയാണ്. മഹാരാഷ്ട്രയിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ കോൺഗ്രസ് വട്ടപൂജ്യമാണ്. ഒരിടത്ത് പോലും കോൺഗ്രസ് അവിടെ ശിവസേന ഉദ്ധവ് താക്കറെ സഖ്യവും അതുപോലെ തന്നെ MNS സഖ്യവും ഒക്കെ ചേർന്ന് കോൺഗ്രസ് ഒരു വലിയ സഖ്യത്തിൽ മത്സരിച്ചെങ്കിൽ ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമായിരുന്നു. പക്ഷേ കോൺഗ്രസിന് കൂടുതൽ സീറ്റിൽ മത്സരിക്കണം, അവിടെയും പൊളിഞ്ഞു. അങ്ങനെ കോൺഗ്രസിന്റെ വിശ്വാസ്യത ദേശീയ തലത്തിൽ ആകെ തകർന്നിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെങ്കിലും കോൺഗ്രസ് ഒരു പ്രതീക്ഷ വെക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്താണ് കേരളത്തിൽ ഒരു ബദൽ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്? എന്ത് ബദലാണ്? ഇപ്പോൾ ശബരിമല വിവാദവുമായി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിഷയങ്ങളൊക്കെ പരിശോധിച്ചാൽ കോൺഗ്രസിന് കൂടി UDF-ന് കൂടി ഉത്തരവാദിത്വമുള്ളതാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയും അവിടെ നടന്നിട്ടുള്ള ക്രമക്കേടുകളും ഒക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിന്റെ ഒരു പച്ചയായ ഒരു സാഹചര്യമാണ്. LDF സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ നമുക്കറിയാം. നെല്ലിന്റെ താങ്ങുവില മാത്രം എടുക്കാം നമുക്ക്. നെല്ലിന് ഇപ്പോൾ 1 ക്വിന്റൽ നെല്ലിന് 3000 രൂപയുണ്ട് കേരളത്തിൽ നൽകുന്നത്. ഏറ്റവും കൂടുതൽ നെല്ലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ്. 2100 രൂപയുള്ളൂ പഞ്ചാബിൽ. ഇനി തൊഴിലാളികൾക്കുള്ള ഒരു കൂലി എടുത്ത് പരിശോധിക്കാം. 870 അല്ലേ തൊഴിലാളികൾക്കുള്ള കൂലി? 870 കേരളത്തിൽ തൊഴിലാളികൾക്കുള്ള കുറഞ്ഞ കൂലി. കർഷകർക്കുള്ള കുറഞ്ഞ കൂലി 670. BJP ഭരിക്കുന്ന ഗുജറാത്തിൽ 241 രൂപയാണ് കുറഞ്ഞ കൂലി എന്ന് പറയുന്നത്. മധ്യപ്രദേശിൽ BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ എത്രയാണ്? 244 രൂപയാണ്. അപ്പോൾ കേരളത്തിൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റമുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. 10 വർഷം മുൻപൊക്കെ തന്നെ ഞാനിവിടെ ഒരുപാട് വാർത്ത സുപ്രീം കോടതിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ഇതാ ഒരു വാർത്ത, KSRTC അടച്ചുപൂട്ടാൻ പോകുന്നു. KSRTC അടച്ചുപൂട്ടാൻ പോകുന്നു. ഡീസൽ സബ്സിഡിക്ക് വേണ്ടി ഒരുപാട് മാസങ്ങൾ ഇവിടെ സുപ്രീം കോടതിയിൽ കേരളത്തിന് വേണ്ടി അഭിഭാഷകർ കയറി ഇറങ്ങുകയാണ്. കാരണം KSRTC നഷ്ടത്തിലാണ്, ഇത് അടച്ചുപൂട്ടാൻ പോകുന്നു. ആ സാഹചര്യത്തിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ പൊതുവെ നമ്മൾ നോക്കിയാൽ ഒരു ഭരണ സംവിധാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു. നിയമസഭയിൽ പറഞ്ഞു ആര്യാട മുഹമ്മദ് സ്വമേധയെ തനിയെ അടഞ്ഞു പോകും. അതെ അതെ അയ്യോ അതെ എത്ര ലക്ഷം രൂപ അതായത് സുപ്രീം കോടതി തന്നെ പറഞ്ഞു നിങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അടച്ചുപൂട്ടിക്കോളാൻ. ആ അവസ്ഥയിലായിരുന്നു കേസ് സുപ്രീം കോടതിയിൽ തന്നെ പോയത്. ആ സാഹചര്യത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു. 30 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ വീതം സഹായം നൽകുന്നു. വിദ്യാർത്ഥികൾക്കുള്ള സഹായം, ഇങ്ങനെ 1 കോടി ആളുകൾക്കുള്ള സഹായം നേരിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ വോട്ട് ചെയ്താൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കണമായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അപ്പോൾ അവിടെ കുറെ സംശയങ്ങളും സർക്കാർ സംബന്ധിച്ച് ചില വിയോജിപ്പുകളും ഒക്കെ തന്നെ ജനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതെങ്ങനെ മറികടക്കാം? അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഗൃഹസന്ദർശനത്തിലൂടെ CPM പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. നോക്കൂ, അത് ആ ഗൃഹസന്ദർശനത്തിനായി ഇപ്പോൾ CPM പുറത്തിറക്കിയിരിക്കുന്ന ഒരു സർക്കുലറിലുണ്ടല്ലോ, അത് നമുക്ക് പുറത്ത് മാധ്യമപ്രവർത്തകർക്ക് തന്നതല്ല, പാർട്ടി ഘടകങ്ങൾക്ക് നൽകിയതാണ്. അപ്പോൾ ആ പാർട്ടി ഘടകങ്ങൾക്ക് നൽകിയിട്ടുള്ള സർക്കുലർ പരിശോധിച്ചാൽ അറിയാം എന്തൊക്കെയാണ് ഇന്ന് കേരള സമൂഹത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകണം? നിങ്ങൾ ഈ ആളുകൾ ഓരോ വീടുകളിലും ആളുകൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുക. എന്താണ് സർക്കാരിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ? അക്കാര്യം അറിയിക്കുക. അവിടെ തർക്കിക്കാനല്ല, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടുകൂടി കേട്ട ശേഷം അതിന് മറുപടി നൽകുക. അതിന് മറുപടി നൽകിയ ശേഷം തിരിച്ചു പോരുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നേരിട്ട് ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. അത് ബോധ്യപ്പെടുത്തി ആളുകൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊക്കെ ഒരു നേട്ടമാകും എന്ന് CPIM പ്രതീക്ഷിക്കുകയാണ്, ഇടതുപക്ഷം പ്രതീക്ഷിക്കുകയാണ്. അതൊരു നല്ല നീക്കമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ കേരളത്തിൽ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്കറിയാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ എല്ലാ സംസ്ഥാനങ്ങളിലും മാസത്തിൽ 2-3 വർഗീയ സംഘർഷങ്ങളാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് നോക്കിയാൽ അത്തരം സാഹചര്യങ്ങൾ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഇല്ല
എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ക്രിസ്തീയ സമുദായങ്ങൾക്ക് നേരെ നമുക്കറിയാം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ഓരോ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അതിക്രമം. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സാഹചര്യം, ഈ ക്രിസ്മസ് ദിവസങ്ങളിലൊക്കെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായ അതിക്രമങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ ഇതിനൊക്കെ ശക്തമായി പ്രതിരോധിച്ച് നിൽക്കാൻ ദേശീയ തലത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ സാന്നിധ്യം അനിവാര്യമാണ്. കേരളത്തിൽ ഒരു വിജയം ഉണ്ടായില്ല എങ്കിൽ, ഒരു മൂന്നാം തവണ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല, അത് ചരിത്രമാണ്. പക്ഷേ അത് ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ബാധിക്കും എന്നത് കാത്തിരുന്ന് കാണണം. ദേശീയ തലത്തിൽ ഇതിനൊക്കെ എതിരെ പോരാടേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസ് എവിടെയാണ്? ഏതെങ്കിലും സംസ്ഥാനത്ത് അങ്ങനെ ഒരു പോരാട്ടം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസ് കൊണ്ടുവന്ന വലിയൊരു മഹത്തായ പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കി VBG റാംജി ബില്ല് കൊണ്ടുവന്നു. കോൺഗ്രസ് ജനുവരി 5-ാം തീയതി ഒരു ദേശീയ പ്രക്ഷോഭം അനൗൺസ് ചെയ്തു. എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രതിഷേധം നടന്നു നമ്മൾ കണ്ടോ? കേരളത്തിൽ എവിടെയോ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും തെരുവിലിറങ്ങി ഒരു സമരം നടത്തുന്നത് നമ്മൾ കണ്ടോ? ഇന്ന് ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തില് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ അവരിങ്ങനെ പാത്രം കൊട്ടി അവരുടെ ഗ്രാമത്തിലൂടെ നടക്കുകയാണ്. ഈ VBG റാംജി ബില്ലിനെതിരെ മുദ്രാവാക്യം മുഴക്കി. ഒരു കൊടിയുമില്ല, ഒരു കൊടിയുടെ നിറവുമില്ല, ജനങ്ങളിങ്ങനെ തെരുവിലിറങ്ങുകയാണ്. അപ്പോൾ ഇതുപോലും ഏറ്റെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ആ കോൺഗ്രസ് ആണ് കേരളത്തിൽ വലിയ വിപ്ലവം പറയുന്നത്. അതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഒരു ബദൽ നിർദ്ദേശമെങ്കിലും മുന്നോട്ട് വെച്ച് വേണം കോൺഗ്രസ് മുന്നോട്ട് പോകാൻ. ആ അർത്ഥത്തിൽ ഇത് കോൺഗ്രസിനും അത്ര എളുപ്പമല്ല കേരളത്തിൽ ഒരു വിജയം എന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഗൃഹസന്ദർശനത്തോടെ LDFും പുതുയുഗയാത്രയോടെ UDFും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ചോദ്യം പ്രസക്തമാണ്. വോട്ട് വഴി എളുപ്പമാണോ? എന്തുകൊണ്ട് LDF അധികാരത്തിൽ വരണം, എന്തുകൊണ്ട് UDF അധികാരത്തിൽ വരരുത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ LDFിൻ്റെ പ്രവർത്തകർ ഓരോ വീടുകൾ കയറി ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ഈ 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? 9.5 വർഷം സംസ്ഥാനം ഭരിച്ച ഒരു സർക്കാരിനെതിരെ വെറും ഒരു സ്വർണ്ണക്കൊള്ളയെടുത്ത് മാത്രം നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് UDF വന്നു എന്നുള്ളതാണ്. അപ്പോൾ വേറെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം വികസനത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, അഴിമതിയെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, മന്ത്രിമാരുടെ അഴിമതിയെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, പവർ കട്ടിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, KSRTCനെ കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, റോഡുകളെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, പഞ്ചായത്ത് ഭരണത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, ഈ പറയുന്ന ശമ്പളം മുടങ്ങിയതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല, ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് എന്താണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയും ബന്ധപ്പെട്ടിട്ട് മാത്രമാണ്. ഇപ്പം എന്ത് സംഭവിച്ചു? ശബരിമല സ്വർണ്ണക്കൊള്ള അയ്യപ്പനെ കയറ്റിയത് ശബരിമലയിലേക്ക് പോറ്റിയെ കയറ്റിയ സഖാക്കളാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇപ്പം ഞങ്ങളാണ് പാർലമെൻറ്റിൻ്റെ മുന്നിൽ പോയിട്ട് എല്ലാ MP-മാരും പാടിയ പാട്ട് ഇപ്പം ഞങ്ങളാണ് ചെയ്തതെന്നുള്ള നിലയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് സഖാക്കൾ വീട് കയറാൻ ഇറങ്ങുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. എന്താണ് കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ ചെയ്തത് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനായിട്ട് അറിയാം. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ പ്രൊപ്പഗൻഡയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളും ഒരു പരിധിയുള്ള UDF പ്രവർത്തകരെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ UDF നേതാക്കന്മാർ നടത്തിയിരുന്നത്. അത് ഒറ്റ സംവിധാനത്തിൽ പിടിച്ചിട്ട് മാത്രമാണ്, ശബരിമലയെ പിടിച്ചിട്ട് മാത്രമായിരുന്നു. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്താൻ വേണ്ടിയിട്ട് പാർട്ടി പ്രവർത്തകരും LDF നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അവർക്ക് വേണ്ട സർക്കുലർ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം, ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള സർക്കുലർ പാർട്ടി ഇറക്കിയിട്ടുള്ളതാണ് കാണുന്നത്. കഴിഞ്ഞ 10 വർഷം എന്താണ് കേരളത്തിൽ സംഭവിച്ചതെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കഴിഞ്ഞ വർഷം 10 വർഷം പവർ കട്ട് ഉണ്ടായിരുന്നു കേരളത്തിൽ. കഴിഞ്ഞ 10 വർഷം പവർ കട്ട് ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് പവർ കട്ട് എന്നുള്ള ഒരു കൊച്ചുകുട്ടിനെ പോലും ചോദിച്ചറിയില്ല. വർഗീയ കലാപങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വർഗീയ കലാപം കേരളത്തിൽ ചൂണ്ടിക്കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ? മുൻകാലങ്ങളിൽ അങ്ങനെയാണോ സംഭവിച്ചിട്ടുള്ളത്? ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അടുത്ത കാലത്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോഡ് ഷെഡിംഗ് എന്താണെന്ന് ജനങ്ങൾക്കറിയോ? ക്ഷേമ പെൻഷൻ കഴിഞ്ഞ 10 വർഷമായിട്ട് മുടങ്ങിയിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷം 2000 രൂപ ഒരു മാസം ക്ഷേമ പെൻഷനായി കൊടുക്കുന്ന സംസ്ഥാനം കേരളമായി മാറി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളമായി. 2000 രൂപ വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 8 മാസം ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടാണ് കേട്ടോ ഈ പറഞ്ഞ പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവ് ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തത്. അവിടുന്നാണ് ഇന്നേ വരെ 10 വർഷം കേരളം ഭരിച്ചിട്ട് ഒരു ദിവസം പോലും ക്ഷേമ പെൻഷൻ മുടങ്ങാതെ മുന്നോട്ട് പോയെന്നുള്ളതാണ്. ഓക്കി, പ്രളയം, പിന്നെന്താണ് നിപ്പ,
കോവിഡ്, ഇതിലെല്ലാം തകർന്നടിഞ്ഞു എന്ന് കേരളത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? ആ കേരളത്തെ 10 വർഷം കൈത്താങ്ങായി നിർത്തിയതാരാ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരല്ലേ? പാഠപുസ്തകങ്ങൾ ഒരു ദിവസമെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടോ കഴിഞ്ഞ 10 വർഷം? ഏതെങ്കിലും സ്കൂൾ 10 വർഷത്തേക്ക് പൂട്ടിപ്പോയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. UDF ഭരണകാലത്ത് അങ്ങനെയായിരുന്നോ? പുസ്തകത്തിൽ ഭക്ഷണം, അവിടെ തിരി കൊടുക്കാനും പിന്നെ നിലവിളക്ക് കൊടുക്കുന്നത് വരെ മന്ത്രിയുടെ പേരിൽ കലാപമായിരുന്നു ആ സമയത്ത് അല്ലേ? എന്തെങ്കിലും സംഭവിച്ചോ? പാഠപുസ്തകം ഇല്ലാതായോ? സ്കൂളുകൾ ഇല്ലാതായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ഈ പറഞ്ഞ ഗെയിൽ പൈപ്പ് പദ്ധതി? ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പദ്ധതിയല്ലേ? കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പദ്ധതിയാണ് ഗെയിൽ പദ്ധതി. നടപ്പിലാക്കിയില്ല കേരളത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നാഷണൽ ഹൈവേ 35 മീറ്റർ മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ച പദ്ധതിയാണ്. 35 മീറ്റർ മതി എന്ന് കേന്ദ്ര സർക്കാർ എഴുതി കൊടുത്ത പദ്ധതിയാണ്. ഇപ്പോൾ 480 കിലോമീറ്ററാണ് കേരളത്തിൽ കൂടെ നാഷണൽ ഹൈവേ വരുന്നത്. 80% പൂർത്തീകരിച്ചു. ഒന്ന് ആലോചിച്ചേക്ക്. 80% പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. 5.5 ലക്ഷം സാധാരണക്കാർക്ക് 5.5 ലക്ഷം സാധാരണക്കാർക്ക് വീട് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ലക്ഷം ആൾക്കാർക്ക് പട്ടയം കിട്ടി. എത്രയാണെന്നറിയോ? 28,000 കോടിയാണ് സ്പെൻഡ് ചെയ്തേക്കണേ വീടിന് മാത്രം. 28,000 കോടി. എത്ര? 2 ലക്ഷം കോടി കേന്ദ്രം തരാനുള്ള സമയത്താണ് 28,000 കോടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പൂട്ടിപ്പോയോ? പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളായാലും പൂട്ടിപ്പോയോ? ഏതെങ്കിലും ഒരെണ്ണത്തിൽ ശമ്പളം കൊടുക്കാത്ത പ്രശ്നം അറിയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ശമ്പളം കൊടുക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വ്യവസായ പാർക്കുകൾ ഏതെങ്കിലും ഒരെണ്ണം പൂട്ടിപ്പോയോ? IT പാർക്കുകൾ എത്ര എണ്ണമാണ് ഉണ്ടായത്? സ്റ്റാർട്ടപ്പ് പാർക്കുകൾ എത്ര എണ്ണമാണ് ഉണ്ടായത്? നിങ്ങൾ നോക്കിക്കേ. അവസാന നിമിഷം വന്നിട്ട് പൊടിമണ്ണിൽ വന്നിട്ട് ഫ്ലൈറ്റ് ഇറക്കിയതാണ് കണ്ണൂർ എയർപോർട്ട്. പൊടിമണ്ണിൽ അല്ലേ? നമ്മളെ കണ്ടതല്ലേ? അവിടെ എയർപോർട്ടും ഉണ്ടായിരുന്നില്ല, അവിടെ എയർപോർട്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കണ്ണൂർ വിമാനത്താവളം ഉണ്ടായിട്ടില്ലേ? ഈ പറഞ്ഞ വിഴിഞ്ഞം പോർട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വിഴിഞ്ഞം പോർട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ട് ഞങ്ങളുടെ കുട്ടിയാന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് അങ്ങ് പോയി. വിഴിഞ്ഞം പോർട്ട് പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുക. ഒന്ന് ആലോചിക്കുക. ആദ്യത്തെ ടേമിൽ തന്നെ ആ പോർട്ട് പ്രോഫിറ്റിലായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ടർ മെട്രോ എങ്ങനെയാണ്? വാട്ടർ മെട്രോ എൻ്റെ കുട്ടിയാന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് വെച്ചിട്ട് പോയി അല്ലേ? അത് പൂർത്തീകരിച്ചു കഴിഞ്ഞ 10 വർഷമായിട്ട്. ഈ പറയുന്ന കൊച്ചി മെട്രോ ഒരു ഭാഗം മാത്രം പൂർത്തീകരിച്ചിട്ട് പോയി, ബാക്കിയുള്ള ഏരിയകൾ മുഴുവൻ പൂർത്തീകരിച്ചു. അപ്പം കേരളത്തിൽ ഇത്രയധികം വികസനം. ഇതിനകത്ത് പ്രധാനപ്പെട്ട എന്താ പറയുക? നാഷണൽ ഹൈവേ, വിഴിഞ്ഞം എയർപോർട്ട് പോലെയുള്ള വലിയ പദ്ധതികൾ മുഴുവൻ കേന്ദ്രം 2 ലക്ഷം കോടി രൂപ തരാത്ത സമയത്തും നമ്മൾ നടപ്പിലാക്കി എന്നുള്ളതാണ്. കേരളത്തിൽ എത്രയാണ്? 55,000 സ്കൂൾ റൂമുകളാണ് കേട്ടോ പുതിയതായിട്ട് പറഞ്ഞ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയത്. കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം ഏത് രീതിയിലേക്ക് ഉയർന്നു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ പറയുന്നുണ്ടല്ലോ, കേരളത്തിൽ എപ്പോഴും നമ്മൾ പറയില്ലോ ഒരു സർക്കാരിൻ്റെ ഏറ്റവും ഉത്തമമായ കാര്യം പോലീസ് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പോലീസിനെ കുറിച്ച് വളരെ ചെറുതായിട്ട് അവിടെ ഇവിടെ കുറ്റം പറയും. പക്ഷേ ഒരു ക്രമസമാധാന പ്രശ്നം കേരളത്തിലുണ്ടായില്ല കേട്ടോ. ഒരു ക്രമസമാധാന പ്രശ്നം കേരളത്തിലുണ്ടായില്ല. മുൻകാലങ്ങളൊക്കെ അങ്ങനെയാണോ ഉണ്ടായിരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇങ്ങനെ കേരളത്തിലെ ഒരു വികസന രാഷ്ട്രീയം കേരളത്തിലേക്ക് എത്തിക്കണം, ജനങ്ങളെത്തിക്കണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? പാർട്ടി പ്രവർത്തകർ എത്തിക്കും. പാർട്ടി പ്രവർത്തകർക്ക് എത്തിക്കണ പ്രശ്നം എന്താ അറിയോ? അധികാരത്തിലിരിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ എത്തിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അവരെന്താ പറയുക? അവർ പറയുന്നത് സർക്കാരിൻ്റെ PR പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഇലക്ഷൻ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നിയമസഭാ ഇലക്ഷൻ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്തു എന്നുള്ള കാര്യം ക്ലാരിറ്റിയോട് ജനങ്ങൾ ഓരോ വീട്ടിൽ കയറിയിട്ട് ഞങ്ങളിങ്ങനെ മൈക്ക് വീട്ടിൽ പറഞ്ഞിട്ട് പോകല്ലോ. അവരോട് കേൾക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഇടയ്ക്ക് കയറി പറയണ്ട. നിങ്ങൾക്ക് അവർ പറയുന്നത് മുഴുവൻ കേട്ടോളൂ. അത് എല്ലാ ദിവസവും വൈകുന്നേരം പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വന്നിരുന്ന് രേഖകളാക്കി നിങ്ങൾ അവിടെ നിന്ന് എഴുതിയെടുക്കണ്ട. പക്ഷേ എല്ലാവരും കൂടിയിരുന്ന് അതൊരു സജഷനാക്കി ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കണം, അത് സംസ്ഥാന കമ്മിറ്റിക്ക് തരണം. ആ മാറ്റങ്ങളും കൂടെ വരുത്തിയിട്ടായിരിക്കും ഒരു തുടരുന്ന സർക്കാരിന് വേണ്ട പുതുവഴി ഉണ്ടാക്കാൻ പോകുന്നത്. അതല്ലാതെ ഞങ്ങൾക്ക് 10 വർഷം മുന്നേ ഞങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നതെന്ന് ചോദിക്കുന്ന ശൈലിയല്ല. അപ്പം ഞാൻ പറയുന്നത് എന്താ അറിയോ? ഇലക്ഷനെ നേരിടാൻ 2 മാർഗ്ഗമുള്ളത്. ഒന്ന് എന്താണ്? വികസനം. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി. ഞങ്ങൾ 2026 വന്നാൽ എന്തൊക്കെ ചെയ്യും എന്ന് നോക്കും ജനങ്ങൾ. UDF വന്നാൽ എന്തൊക്കെ ചെയ്യും? ഈ 2011 തുടങ്ങിയിട്ട് 16 വരെയുള്ള കാലയളവിൽ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് നോക്കും. ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ബെനിഫിറ്റ് എന്താ? 16 തുടങ്ങിയിട്ട് 26 വരെയുള്ള 10 വർഷത്തിൽ 2 പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതാണ്. 98% നടപ്പിലാക്കി. ബാക്കി 2% മാത്രമേ ബാക്കിയുള്ളൂ. അതും ഈ 4 മാസത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ശക്തമായ രീതിയിൽ 2 മുന്നണിയിൽ ഇറങ്ങുന്ന സമയത്ത് ശരിയാണ്, ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ടൈറ്റ് മത്സരം ഉണ്ടാവുമല്ലോ.
കാരണം എന്താ, ജനങ്ങൾക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് കഴിഞ്ഞ 10 വർഷം മുന്നേയുള്ള കാര്യം ഓർത്തിരിക്കാൻ കഴിയില്ലല്ലോ, ഇപ്പോൾ ഉള്ള കാര്യങ്ങളല്ലേ ഓർത്തിരിക്കാൻ പറ്റുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് യൂട്യൂബിലെ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയും ഉള്ള പ്രൊപ്പഗൻഡ മുഴുവൻ തള്ളിവിടുന്ന സമയത്ത് അയ്യോ ഇങ്ങനെയാണോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരും. ആ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്ന യാഥാർത്ഥ്യം വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ട് സഖാക്കളെ ഇറക്കാൻ വേണ്ടിയിട്ട് സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. അത് വലിയ വിജയമാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വോട്ട് വഴി എളുപ്പമായിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നിലവിൽ നല്ല കടുത്ത മത്സരമായിരിക്കും, പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ഇടതുമുന്നണിക്ക് അത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യമല്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ മറികടക്കേണ്ടത് ഇടതുമുന്നണി പ്രതിപക്ഷത്തിൻ്റെ വെല്ലുവിളിയല്ല, പകരം പ്രതിപക്ഷം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതീതി നിർമ്മാണത്തെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കണം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ കനകോലു ജനങ്ങളാണ് എന്നാണ്. കനകോലുവിൻ്റെ പഠനം വഴി, PR-ൻ്റെ പഠനം വഴി ഇത്തരത്തിൽ പ്രതിപക്ഷം വോട്ടിൻ്റെ വഴികൾ തേടുമ്പോൾ ജനങ്ങളിലേക്ക് ചെന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ആ ആത്മവിശ്വാസത്തിന് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക. കാരണം അത് 10 വർഷം ഭരിക്കുമ്പോൾ ഏതു സർക്കാരും ഒരു ഭരണവിരുദ്ധ വികാരം നേരിടും, സ്വാഭാവികമാണ്. നമ്മുടെ ഏത് സംസ്ഥാനത്തും ആ ഭരണവിരുദ്ധ വികാരം ആ ഘട്ടത്തിലുണ്ടാവും. അതിനെ മറികടക്കണമെങ്കിൽ 2 വഴികളേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ഷോർട്ട് കട്ടിലൂടെ കമ്മ്യൂണൽ വികാരം വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കതിനെ മറികടക്കാൻ ശ്രമിക്കാം. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താ, മൈനോറിറ്റി കൺസോളിഡേഷന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു, അതും കുറുക്കു വഴികളിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാവുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ, മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനെതിരാണ് എന്നുള്ള പ്രചരണം നടത്തുന്നു. അതാണ് വലിയ പ്രതീതി നിർമ്മാണം, അതൊരു ഭാഗത്ത് നടത്തുന്നു. മറ്റൊന്ന്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ വിശ്വാസികളുടെ പിന്തുണ നേടാൻ വേണ്ടി ശ്രമം നടത്തുന്നു. അത് പൊളിഞ്ഞ് പാളീസാവുന്ന കാഴ്ചയില്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനകോലി തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമൊന്നും ആ അർത്ഥത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. നമ്പർ 2, സ്വർണ്ണക്കൊള്ള സംസ്ഥാനത്ത് അങ്ങനെ അലയടിച്ചിട്ടില്ല. കാരണം എന്താ, UDF-ന് വോട്ട് കൂടിയിരിക്കുന്ന മലപ്പുറത്താണോ അയ്യപ്പ ഭക്തന്മാർ ഏറ്റവും കൂടുതലുള്ളത്? അത് കഴിഞ്ഞാൽ പിന്നെ കോട്ടയത്താണ് UDF-ന് ഏറ്റവും കൂടുതൽ വോട്ട് വന്നത്. അവിടെയാണോ സ്വർണ്ണക്കൊള്ള ഏറ്റവും നന്നായിട്ട് പ്രതിഫലിച്ചത്? സ്വർണ്ണക്കൊള്ള പ്രതിഫലിക്കേണ്ടിയിരുന്ന പന്തളത്തും കുളനടയിലും ജയിച്ചത് LDF ആണെന്നേ. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും പാലക്കാടും LDF-നാണെന്നേ മുൻതൂക്കം. ഒന്ന് നോക്കൂ. അതുകൊണ്ട് സ്വർണ്ണക്കൊള്ളയും അങ്ങനെ ഏറ്റിയിട്ടില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ പ്രതീതി നിർമ്മാണങ്ങൾ പല വിഷയങ്ങളിലാണ്. ആ വിഷയങ്ങളെയാണ് ഇപ്പോൾ പാർട്ടി അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അത് പാർട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി ശരിയാണ്. ഒരു മാധ്യമത്തെയും പലപ്പോഴും ഈ പ്രതീതി നിർമ്മാണത്തിന് സഹായിക്കുന്നവയാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്ന് CPM രാഷ്ട്രീയ വിമർശനം നടത്താറുണ്ട്. നമ്മൾ പൂർണ്ണമായും അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ പോലും പാർട്ടി അങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് നേരിട്ട് സ്ക്വാഡുകൾ വീടുകളിലേക്ക് എത്തുകയാണ്. വീടുകളിലേക്ക് എത്തുമ്പോൾ അവരോട് തർക്കിക്കാനോ അവരെ പരാജയപ്പെടുത്താനോ അല്ല, കേൾക്കുക എന്നുള്ളതാണ്. 10 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഒരു പാർട്ടിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നു എന്നത് തന്നെ അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെയും അവരുടെ ശരിക്കും പറഞ്ഞാൽ ആത്മവിശ്വാസത്തിൻ്റെയും തെളിവാണെന്നാണ് ഞാൻ പറയുക. നമുക്ക് നോക്കാം, UDF സർക്കാരിൻ്റെ 2011 മുതൽ 16 വരെയുള്ള കാലത്തെയോ 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തെയോ, അപ്പോൾ AK ആൻ്റണി സർക്കാരോ അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയോ കാലഘട്ടത്തിലെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പേരിൽ മന്ത്രിമാർക്കോ എന്തിന് കോൺഗ്രസിലെ നേതാക്കൾക്ക് ജനങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു ഗൃഹസന്ദർശനം നടത്താനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ പറയാം, 2-3 വിഷയങ്ങൾ പറയാം. ഒന്ന്, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പേരിൽ UDF-ൻ്റെ കാലത്ത് ഇതേപോലെ ഗൃഹസന്ദർശനം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നെങ്കിൽ ആദ്യത്തെ ചോദ്യം, പെൻഷൻ എവിടെ മക്കളെ? മാസത്തെ 8 മാസത്തെ പെൻഷൻ എവിടെ? ചിലയിടങ്ങളിൽ 18 മാസത്തെ പെൻഷൻ എവിടെ? ചിലയിടങ്ങളിൽ 11 മാസത്തെ പെൻഷൻ എവിടെ? പെൻഷൻ കൊടുക്കാൻ പറ്റാതെ കോൺഗ്രസ്സുകാരൊന്ന് വീർക്കൂലായിരുന്നോ? പക്ഷേ ഇപ്പോൾ ഈ LDF സർക്കാരിൻ്റെ കാലത്ത് ഗൃഹസന്ദർശനം നടത്തുമ്പോൾ കേരളത്തിൽ ഒരു വീട്ടിലെയും മുത്തശ്ശി ചോദിക്കൂല, ഒരു വീട്ടിലെയും മുത്തശ്ശനും ചോദിക്കൂല, ഒരു വീട്ടിലെയും തൊഴിലുറപ്പ് തൊഴിലാളിയും ചോദിക്കൂല ഈ പെൻഷൻ കിട്ടിയില്ലല്ലോ, കുടിശ്ശിക എത്രയുണ്ട് എന്ന്. സന്തോഷത്തോടു കൂടി 2000 ആക്കിയിട്ടുണ്ട്, 2500 ആക്കുമെന്ന് വാഗ്ദാനമുണ്ട്, കേന്ദ്രം നമ്മളെ ഞെരുക്കിയത് എന്താണെന്ന് വിശദീകരിക്കും എന്നതാണ് പറയുന്നത്. അപ്പോൾ കുടിശ്ശികയില്ലാതെ പെൻഷൻ കൊടുത്തതിൻ്റെ ആത്മവിശ്വാസത്തിൽ LDF-ന് ജനങ്ങളുടെ അടുത്തേക്ക് അഭിമുഖീകരിക്കാൻ പറ്റും. UDF-ൻ്റെ സർക്കാരിൻ്റെ കാലത്ത് പറ്റുമായിരുന്നോ? പറ്റത്തില്ലായിരുന്നു. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം. ഇനി രണ്ടാമത്, സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കാൻ പറ്റുമായിരുന്നോ? ഈ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തെ, ഈ ഗൃഹസന്ദർശനം നടത്തുന്ന സമയത്ത് അവിടെ കൊച്ചു പിള്ളേരുണ്ടാവും, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ. UDF-ന്റെ സർക്കാരിൻ്റെ കാലത്ത് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഈ ഇതേപോലെ ഡിസംബർ മാസം കഴിഞ്ഞ് ഇതേപോലെ ഒരു ഗൃഹസന്ദർശനം നടത്തിയ പിള്ളേർ ചോദിക്കും, മാമ ഞങ്ങൾക്ക് പഠിക്കാൻ പുസ്തകം എവിടെ? പുസ്തകം എവിടെ? അന്ന് അബ്ദുറബ്ബ് നൽകിയ ഏറ്റവും നല്ല വിശദീകരണം എന്താണെന്ന് അറിയാമോ? ഓണം നേരത്തെ വന്നതുകൊണ്ട് പുസ്തകപടി കുറച്ച് വൈകി. അല്ലെങ്കിൽ ഇത് ഒടുവിൽ എന്താ ചെയ്തത്? വിദ്യാഭ്യാസ വകുപ്പിന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കേണ്ടി വന്നില്ലേ? കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷം, ഏതെങ്കിലും ഒരു മാസം പാഠപുസ്തകങ്ങൾ വൈകിട്ടുണ്ടോ? നേരത്തെ പാഠപുസ്തകങ്ങൾ കിട്ടിയിട്ടില്ലേ? പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള SCRT അതും നോക്കൂ, കേന്ദ്രത്തോട് പോരടിച്ച് സ്പെഷ്യൽ സപ്ലിമെൻ്റ് ഇറക്കി.
ഇവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റിയ സിലബസുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രത്യേകം, അതായത് നേരത്തെ നിശ്ചയിച്ച പാഠപുസ്തകങ്ങൾക്ക് പകരം അഡീഷണൽ ആയിട്ടുള്ള സപ്ലിമെന്റ് പാഠപുസ്തകം പോലും ഇറക്കിയിട്ടാണ് ഈ സർക്കാർ പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഹാപ്പിയാണ്. അവിടേക്ക് ചെല്ലുമ്പോൾ, വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ചോദ്യം ചോദിക്കില്ല. UDF സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ ചോദിക്കും. അത് അബ്ദുൾ റബ്ബിൻ്റെ കാലഘട്ടം, ഇത് ശിവൻകുട്ടിയുടെ കാലഘട്ടം. ഇനി കേരളത്തിലെ UDFിൻ്റെ കാലത്ത് 2016 ഇതേപോലെ ഗൃഹസന്ദർശനം നടത്തുന്ന സമയത്ത് വൈകുന്നേരമായ വീട്ടിൽ ഗൃഹസന്ദർശനം നടത്താൻ പറ്റൂ. പ്രശ്നം എന്താ? പവർ കട്ടാ, ലോഡ് ഷെഡിങ്ങാ. പവർ കട്ട്, ലോഡ് ഷെഡിംഗ് ഉള്ള വൈകുന്നേരം ഗൃഹസന്ദർശനം നടത്തുന്ന കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കൂലേ, ലൈറ്റ് തെളിയുന്നില്ലല്ലോ, തെരുവുകളൊക്കെ കാണുന്നില്ലല്ലോ? ഈ ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നോ? അത് ആര്യാടൻ മുഹമ്മദിൻ്റെ കാലം, ഇത് കൃഷ്ണൻകുട്ടിയുടെ കാലം, ഇത് പിണറായി സർക്കാരിൻ്റെ കാലം. 10 വർഷം കേരളത്തിലെ പുതിയ തലമുറയിലെ കുട്ടിക്ക് പവർ കട്ട് എന്ന വാക്കറിയില്ല, ലോഡ് ഷെഡിംഗ് എന്ന വാക്കറിയില്ല. എങ്ങനെ നിങ്ങൾ പോയി വോട്ട് ചോദിക്കും? വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമിതി ഒരു ചോദിക്കൂലേ? ഇനി അവിടെ ഗൃഹസന്ദർശനത്തിന് ചെല്ലുമ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ തേടാൻ പറ്റാതെ എങ്ങനെയാണ് അവിടുത്തെ സ്കാനിങ് മെഷീനുകൾ തുരുമ്പഴിച്ചും അവിടുത്തെ വേണ്ടത്ര ഡോക്ടർമാരെ ഇല്ലാതെയും ശിവകുമാറിൻ്റെ കാലത്ത് സർക്കാർ ആശുപത്രി എങ്ങനെ കുത്തൊഴിഞ്ഞു കിടന്നു എന്നത് നമുക്കറിയാം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ അങ്ങനെയാണോ സർക്കാർ ആശുപത്രികൾ കിടക്കുന്നത്? കാത്തലാബുകളില്ലാത്ത ജനറൽ ആശുപത്രികൾ ചുരുക്കമല്ലേ? മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടു വരികയല്ലേ? പൂർണ്ണമായിട്ടും സുസജ്ജമായില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. എങ്കിലും മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോയില്ലേ? എങ്ങനെയാ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയുക? അവശരായ 2 രോഗികളെ മൃതദേഹത്തിന് കിടത്തിയതിന് 2 മെഡിക്കൽ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് കേരളത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ ആത്മാഭിമാനത്തോടെ പോകാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു വെല്ലുവിളിയായി. ഇങ്ങനെ 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഭരണ നേട്ടങ്ങളും 2021 മുതൽ 26 വരെയുള്ള LDF സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും വെച്ചുകൊണ്ട് LDFിൻ്റെ ഈ പ്രവർത്തകർ പോകുന്നത് പോലെ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗൃഹസന്ദർശനം നടത്താൻ പറ്റുമോ? ഞാൻ പറയും പറ്റില്ല. നമ്മുടെ മുന്നിൽ വസ്തുതയുണ്ട്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ താരതമ്യം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ സർക്കാർ, പ്രത്യേകിച്ച് LDF ഗവൺമെൻറ്റും CPM-ഉം ആശങ്കപ്പെടുന്ന ഒരു കാര്യം, ഈ പ്രതീതി നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടൊരു വലിയ ആഖ്യാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂനപക്ഷ വിരുദ്ധമാണ്, BJPയെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത്, ഭൂരിപക്ഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് UDF ആണ് എന്നുള്ളതാണ്. വസ്തുത അതാണോ? നമ്മുടെ മുന്നിലുള്ള വസ്തുത ഏതാണോ? നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസമല്ലേ വിസ്മയത്തെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യുമ്പോൾ വിസ്മയത്തിന് വേണ്ടിയിട്ട് കേരളം ഒരു വാതിൽ തുറന്നിട്ടു. അതിലൂടെ ജോസ് കെ മാണി വരുമെന്ന് കരുതി. പക്ഷേ വിസ്മയത്തിൻ്റെ വാതിൽ തുറന്നിട്ടപ്പോൾ പുറകുവശത്തെ വാതിൽ അടയ്ക്കാൻ മറന്നുപോയി. എന്താ സംഭവിച്ചത്? ബീഹാറിൽ നിന്ന് 6 MLA-മാർ NDA ക്യാമ്പിൽ പോയി. വിസ്മയത്തിന് വേണ്ടി കേരളത്തിൽ വാതിൽ തുറന്നിട്ടപ്പോൾ ബീഹാറിലെ വാതിലിലൂടെ 6 MLA-മാർ പോയത് NDA ക്യാമ്പിലേക്കാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബീഹാറിൽ ഇന്ന് കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗങ്ങളുടെ എണ്ണം 0 പോവുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള 6 MLA-മാരെ ബീഹാറിൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 6 പേരും NDA ക്യാമ്പിലേക്ക് പോവുക. ഇവരാണോ BJP പ്രതിരോധിക്കാൻ പോകുന്നത്? ഇവരാണോ ന്യൂനപക്ഷ സംരക്ഷണം നടത്താൻ പോകുന്നത്? പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, അരുണാചൽ പ്രദേശിലെ 60 MLA-മാരിൽ 43 പേരിൽ 42 പേരും മുഖ്യമന്ത്രി അടക്കം, പ്രേമഖണ്ഡു അടക്കം പിറ്റേ ദിവസം BJP ഓഫീസിലേക്കാണ് പോയിരുന്നത്. ഇത് അരുണാചൽ പ്രദേശിൻ്റെ ചരിത്ര, ബീഹാറിൻ്റെ ചരിത്ര. എന്തിനും മറ്റത്തൂർ എന്ന് പറയുന്ന പഞ്ചായത്ത് കണ്ടതല്ലേ? BJPയുടെ പിന്തുണ കൊടുത്തിട്ട് എങ്ങനെയാണ് കിടന്ന് ഉരുണ്ട് കളിച്ചതെന്ന് നമ്മൾ കണ്ടതല്ലേ? കുമരകത്ത് കണ്ടതല്ലേ? കേരളത്തിൽ കണ്ടതല്ലേ? എങ്ങനെയാണ് കോലിബി സഖ്യം കേരളം കണ്ടതല്ലേ? ഈ വസ്തുതകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ന്യൂനപക്ഷ വിരുദ്ധമാണെന്നോ BJPയെ പ്രതിരോധിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികാവകാശം തങ്ങൾക്കാണെന്നോ കോൺഗ്രസിൽ പറയുക സാധ്യമാണോ? ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിലാണല്ലോ പിണറായി വിജയനെ ചാരുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ കേരള സർക്കാരിൻ്റെ ഭാഗമാണോ? CPM-ന്റെ ഭാഗമാണോ? CPM-ന്റെ ഏതെങ്കിലും ഘടകത്തിലെ അംഗമാണോ? ഇതൊന്നുമല്ലല്ലോ. സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നടേശൻ്റെ UDF-നെ വിമർശിക്കാം, LDF-നെ വിമർശിക്കാം. എല്ലാവരും തരാതരം പോലെ ഒരു വലിയ വോട്ട് ബാങ്ക് കണ്ടുകൊണ്ട് വിമർശിക്കുന്നില്ല. അത് വസ്തുതയാണ്. അത് UDF-ഉം വിമർശിക്കുന്നില്ല, LDF-ഉം വിമർശിക്കുന്നില്ല. പക്ഷേ CPM സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഞങ്ങൾ ഇതിനോട് വിയോജിക്കുന്നു. DYFIയും യൂത്ത് കോൺഗ്രസും ഇറക്കി. പക്ഷേ എന്താ കോൺഗ്രസിലെ നേതാക്കൾ പറയാത്തത്? എന്താ കോൺഗ്രസ് നേതാക്കൾ ഒന്നും പറയാത്തത്? ഇന്നിപ്പോൾ ഈഴവ വിരോധി എന്ന് വിളിച്ചില്ലേ? കാണാൻ നാളെ എത്ര കോൺഗ്രസ് നേതാക്കൾ VD സതീശനെ ഈഴവ വിരോധി എന്ന് വെള്ളാപ്പള്ളി നടേശൻ വിളിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി തള്ളിപ്പറയാൻ എത്ര കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുമെന്ന് നാളെ നമുക്ക് കാണാം. ഇതേപോലെ അല്ലല്ലോ CPM പ്രതികരിച്ചത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ചാരുമ്പോൾ ഒരു കാര്യം കൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം. 2006-ൽ പറവൂരിലെ മനക്കപ്പടി സ്കൂളിൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ, ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ കുനിഞ്ഞു നിന്ന് ആ നിലവിളക്ക് കൊളുത്തിയ നേതാവിൻ്റെ പേര് VD സതീശൻ എന്നാണ്. 2013-ൽ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത നേതാവിൻ്റെ പേര് VD സതീശൻ എന്നാണ്. ആ VD സതീശനാണ് കാന്തപുരത്തിലെ കേരള യാത്രയുടെ സമാപനത്തിൽ വന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ നേരിടും. നല്ലതാണ് സാർ, പക്ഷേ പറയുമ്പോൾ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പിണറായി വിജയൻ ഒരു RSSൻ്റെ പരിപാടിക്ക് പോയി ഒരു ഗോൾവാൾക്കറുടെ മുന്നിലും നിലവിളക്ക് കുനിഞ്ഞ് കൊളുത്തിയിട്ടില്ല. ഒരു ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ RSS പരിപാടിക്കും പോയിട്ടില്ല.
ബാക്കിയുള്ള വിമർശനങ്ങൾ വെള്ളാപ്പള്ളിയെ വെച്ച് പിണറായിയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ പ്രതീതി നിർമ്മാണത്തെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷം ജനങ്ങളോട് വിശദീകരിച്ചാൽ വോട്ട് വഴി എളുപ്പമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. വോട്ട് വഴി എളുപ്പമാണോ എന്ന ചോദ്യത്തിന് 2 പേർ യെസ്, 2 പേർ നോ. Meet the editors.